കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ഗൗരിയുടെ ശങ്കറിന്റെയും നാളത്തെ പ്രമോ വിശേഷത്തിലേക്ക് പോയാലോ. ഒന്ന് രണ്ട് ദിവസമായിട്ട് ഗൗരിയുടെ ശങ്കറിന്റെയും പ്രമോ വിശേഷങ്ങളൊന്നും ഇടാൻ സാധിച്ചിരുന്നില്ല കേട്ടോ. അത് പനി ആയതുകൊണ്ട് എല്ലാ വീഡിയോസും കൂടെ അപ്ലോഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് കേട്ടോ. അപ്പം ഇന്ന് മുതൽ മുടങ്ങാതെ എല്ലാ ദിവസവും പ്രമോ വിശേഷമുള്ള ഇടാട്ടോ. അപ്പൊ എല്ലാവരും ഒന്ന് ക്ഷമിക്കണം കേട്ടോ. അപ്പൊ നമുക്ക് നാളത്തെ പ്രമോ വിശേഷം നമ്മൾ കാണാൻ പോകുന്നേ ഗൗരിയെ തകർക്കാൻ വേണ്ടിയിട്ട് ഗംഗ പുതിയ പ്ലാനുകളുമായിട്ട് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ വേണി ഇനിയിപ്പോൾ ഒരു കാര്യം തീരുമാനിച്ചു. രഞ്ജുനെ ഇങ്ങനെ വിട്ടിട്ട് കാര്യമില്ല. തന്റെ രണ്ടാമത്തെ പ്ലാനുകളും പദ്ധതിയിലും പൊളിഞ്ഞ സ്ഥിതിക്ക് ഇനി അവളുമായിട്ട് നേർക്കുനേർ ഒരു പോരാട്ടം തന്നെ നടത്താനായിട്ട് വേണി തീരുമാനിക്കുകയാണ്. അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നത്. ഇന്ന് തന്നെ നമ്മൾ കണ്ടു വേണി പറഞ്ഞത് പ്രകാരം ആദർശ് നേരെ രഞ്ജുവിനെയും കൂട്ടി ടെക്സ്റ്റൈൽ ഷോപ്പിലേക്ക് പോവാണ്. അവിടെ ചെന്ന് വേണിക്ക് ഇഷ്ടപ്പെട്ട ഒരു ചുരിദാർ എടുക്കണം, സെലക്ട് ചെയ്യണം. ഇത് കണ്ട് രഞ്ജുവിന്റെ കിളി പോകണം. ആ ഒരു പ്രതീക്ഷയോടു കൂടിയാണ് ആദർശ് രഞ്ജുവിനെ വിളിച്ചോണ്ട് അങ്ങോട്ട് പോകുന്നത്. പക്ഷെ അവിടെ ചെന്ന് സെലക്ട് ചെയ്യുന്ന സമയത്ത് ഇത്തിരി ഹൈറ്റ് ഉള്ള ആളാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ രഞ്ജുവിന് അപകടം മണത്തു. രഞ്ജുവിന് മനസ്സിലായി വേണിക്ക് വേണ്ടിയിട്ടാണ് സെലക്ട് ചെയ്തത്. പെട്ടെന്ന് രഞ്ജു എന്ത് ചെയ്യണം? രഞ്ജു പറഞ്ഞു, ആദർശേട്ടാ എന്നെയും കൂട്ടിക്കൊണ്ടല്ലേ കടയിലേക്ക് വന്നേ. അപ്പോൾ ആദർശേട്ടന് എനിക്കൊരു ചുരിദാർ സെലക്ട് ചെയ്ത് തരാൻ പറയണം. അപ്പോൾ ആദർശം, ഞാനിത് വേണിക്ക് വേണ്ടി സെലക്ട് ചെയ്യാൻ വന്നാ. അതെ, ഇനി ആദർശേട്ടൻ ജീവിക്കേണ്ട എന്നോടൊപ്പം അല്ലേ, അല്ലാതെ വേണിയോടൊപ്പം അല്ലല്ലോ. അതുകൊണ്ട് എൻ്റെ ആദർശേട്ടൻ എനിക്ക് സെലക്ട് ചെയ്ത് തന്നാൽ മതി, എനിക്ക് ചുരിദാർ മേടിച്ച് തന്നാൽ മതി എന്ന് പറയണം. ആദർശ് ആ പാടെ പെട്ടുപോയി. ടെക്സ്റ്റൈൽ ഷോപ്പിൽ വെച്ച് പിന്നെ കൂടുതലൊന്നും പറയാൻ പറ്റില്ലോ. അവരൊക്കെ എന്ത് വിചാരിക്കുന്നോർത്ത് ആദർശൊന്നും മിണ്ടാ നിൽക്കണം. ഇതെന്താ ആദർശേട്ടാ ഇങ്ങനെ നിൽക്കുന്നേ, എനിക്കൊന്ന് സെലക്ട് ചെയ്ത് തരാൻ പറയണം. അങ്ങനെ ആദർശം അനങ്ങാൻ നിന്ന് കഴിയുമ്പോൾ രഞ്ജുവിന് ഇഷ്ടപ്പെട്ട ഒരു കളറും ഒരു അടിപൊളി ചുരിദാറും കൊണ്ട് സെലക്ട് ചെയ്യണം. എനിക്ക് ഇത് മതി ആദർശേട്ടാന്ന് പറയണം. ആദർശം പെട്ടുപോയി. ഇനി എന്ത് ചെയ്യും? ഇവിടെ നിന്ന് തല ഊരാതെ നിവൃത്തിയില്ലോ. അങ്ങനെ ആദർശം അവിടുന്ന് രഞ്ജുവിനെ കൊണ്ട് ഇറങ്ങുവാണ്. ആദർശന് മനസ്സിലായി ഇനി വേണിയോട് എന്ന് എന്ത് പറയും. ഇത് കേട്ട് കഴിയുമ്പോൾ വേണി എങ്ങനെ പ്രതികരിക്കുമെന്നും അറിയത്തില്ല. ആകെപ്പാട് ടെൻഷൻ അടിച്ച് തന്നെയാണ് ആദർശ് വീട്ടിലേക്ക് വരുന്നത് തന്നെ. അപ്പോൾ ഇവര് ടെക്സ്റ്റൈൽ ഷോപ്പിൽ നിന്ന് ഇറങ്ങി വരുന്ന ധ്രുവൻ കണ്ടിട്ടുണ്ടായിരുന്നു. ധ്രുവനും ഷാനും കിരണും ഒക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ രഞ്ജുവിൻ്റെ അവൻ്റെയും കൂടെ വരവ് കണ്ടപ്പോൾ തന്നെ ധ്രുവന് ഒരു കാര്യം മനസ്സിലായി. രഞ്ജുവിൻ്റെ മുഖത്ത് എന്തോ ഒരു സങ്കട ഭാവമുണ്ട്, എന്തോ കാര്യമായിട്ടുണ്ട്. അവൻ്റെ കൂടെ ഹാപ്പി ആയിട്ടല്ല വരുന്നത്. പിന്നീട് ധ്രുവൻ ഷാനിനോട് പറയുന്നുണ്ട്, കണ്ടോ അവളുടെ വരവ് കണ്ടോ, അവളുടെ മുഖത്ത് എന്തോ ഒരു സങ്കടമുണ്ട്. ഒരു പക്ഷേ അവൻ നിർബന്ധിച്ച് അവളെ വിളിച്ചോണ്ട് പോയതാന്ന് തോന്നുന്നത്. അവളുടെ ഇഷ്ടപ്രകാരം പോയേക്കുന്നല്ല. അതിനർത്ഥം എന്താ? അവൻ മനഃപൂർവ്വം അവളെ വല വീശി പിടിച്ചിരിക്കുന്നതെന്ന് പറയണം. അങ്ങനെയാണ് അവനെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. എൻ്റെ രഞ്ജുവിനെ എനിക്ക് വേണം. ഒരു കാരണവശാലും അവന് സ്വന്തമാക്കാനും ഞാൻ വിട്ടുകൊടുക്കില്ല എന്ന് പറയണം. ഈ ധ്രുവനാണ് അവൻ്റെ കളി. ഇനി അധികം വൈകാതെ തന്നെ അവൻ എനിക്ക് തീർക്കണം, എങ്കിൽ മാത്രം എനിക്ക് എൻ്റെ രഞ്ജുവിനെ സ്വന്തമാക്കാൻ പറ്റുള്ളൂ എന്ന് ഷാനിനോട് പറയണം. അല്ല മച്ചാൻ എന്താ ഉദ്ദേശിക്കുന്നത്? മച്ചാൻ്റെ മനസ്സിലെ പ്ലാൻ എന്താന്ന് ചോദിക്കണം. പ്ലാനും പദ്ധതികളൊക്കെ ഇനി ഞാൻ കണ്ടിട്ടുണ്ട്. ഇനി എൻ്റെ പ്ലാനുകൾ പൊളിയാൻ പോകുന്നില്ല. ആദർശിനെ ഇല്ലാതാക്കണം, അതാണ് എൻ്റെ ആദ്യത്തെ ലക്ഷ്യം എന്ന് പറയണം. ഈ സമയം ഇതൊന്നും അറിയത്തില്ലാതെ ആദർശൻ രഞ്ജു പോരുമായിരുന്നു. ആദർശിൻ്റെ മനസ്സാണ് ആകെപ്പാട് ടെൻഷനിലായിരുന്നു. ഈ ചെന്ന് എങ്ങനെ ഇനി ഇപ്പം ചെന്നിട്ട് എങ്ങനെ വേണിയുടെ മുഖത്ത് നോക്കും? അങ്ങനെ ആദർശ് വൈകുന്നേരം വീട്ടിലേക്ക് വരിക. വീട്ടിലേക്ക് വന്നു കഴിയുമ്പോൾ തന്നെ വേണി ഓടിച്ചെன்று എങ്ങനെയായി കാര്യങ്ങൾ സക്സസ് ആയോ എന്ന് ചോദിക്കണം. ഇത് കേട്ട് ആദർശിന് മുഖം വല്ലാതൊരു ഇരുണ്ടുപോയി. എന്ത് പറ്റി? കാര്യങ്ങൾ വിജയിച്ചില്ലേ എന്ന് ചോദിക്കണം. പിന്നീട് അവിടെ നടന്ന കാര്യങ്ങളൊക്കെ പറയണം. എല്ലാം കേട്ട് കഴിഞ്ഞ് വേണി, ഓഹോ അങ്ങനെയാണ് കാര്യങ്ങളല്ലേ, അവൾക്ക് എൻ്റെ ആദർശേട്ടനെ വേണം, ഞാൻ കാണിച്ചു കൊടുക്കാം. ഇനി ഇപ്പം ഇങ്ങനത്തെ കളികളൊന്നും ഇല്ല ആദർശേട്ടാ, എനിക്ക് അവളെ നേരിട്ട് കാണണമെന്ന് പറയാം. നീ എന്തൊക്കെയാ വേണി പറയണേ? എനിക്ക് അവളെ നേരിട്ട് കാണണം, എനിക്ക് അവളോട് നേരിട്ട് സംസാരിക്കണം. ഇനി ഞങ്ങൾ തമ്മിൽ നേരിട്ടുള്ള ഇടപാടുകളേ ഉള്ളൂ, അല്ലാതെ ഈ ഒളിഞ്ഞും പാത്രമുള്ള കളികളൊന്നും ഇല്ലയെന്ന് പറയണം. ഇതേ വേണി, നിനക്ക് അവളുടെ സ്വഭാവം അറിയത്തില്ലാഞ്ഞിട്ടാന്നൂടെ? എന്ത്? ഞാൻ ആദർശേട്ടൻ്റെ ഭാര്യ, അതിനപ്പുറത്തൊന്നും ഇല്ലല്ലോ. അവൾ വെറും ഒരു കാമുകി മാത്രം. ആദർശേട്ടന് ഇഷ്ടമില്ലാത്തല്ലേ അവളെ, പിന്നെ എന്തിനാ ആദർശേട്ടൻ അവളെ ഇങ്ങനെ സഹിക്കുന്നത്? സഹിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവളുടെ സൂക്കേടിയെ മാറ്റി കൊടുക്കുന്നുണ്ട്. ഞാൻ അവളെ നേരിട്ട് കണ്ട് ചോദിക്കാം അവളുടെ സൂക്കേട് എന്താന്നുള്ളത്. അതിനുശേഷം ഞാൻ അവതിനുള്ള മരുന്ന് ഞാൻ കൊടുത്തോളാന്ന് പറയണം. വേണി ആകെപ്പാടെ ഉറഞ്ഞതുള്ളു നിൽക്കുകയാണ്. ആദർശിന് മനസ്സിലായി ഇതങ്ങനെ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല വേണി. വേണി ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അവൾ അത് ആ തീരുമാനത്തിൽ എത്തുകയും ചെയ്യും. ഒന്നാമത്തെ കാര്യം അവള് കളരിയൊക്കെ പഠിച്ചതെന്ന് പറയണോ. എങ്ങാനും രഞ്ജുവിനെ കൈ കിട്ടിയിട്ടുണ്ടെങ്കിൽ അവൾ പഞ്ഞിക്കിടും എന്നുള്ള കാര്യം ഉറപ്പാ. അത് വേണി പറയുകയും ചെയ്തു. അവൾക്ക് എന്നത്തിൻ്റെ അസുഖം ഞാൻ ചോദിക്കുന്നുണ്ട്. ഈ വേണിയുടെ അടുത്താണ് അവളുടെ കളി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ട് അകത്തേക്ക് കയറിപ്പോയി കഴിയുമ്പോൾ തന്നെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അത് ആദർശം നിൽക്കുക. ഓഫീസിലേക്ക് പോകാനും പറ്റില്ല, പോവാതിരിക്കാനും പറ്റില്ല. രഞ്ജുവിനെ ഫേസ് ചെയ്യുന്ന കാര്യം ഓർക്കുമ്പോൾ പോകാനേ തോന്നില്ല. പക്ഷെ വേണി അവളിനി എന്തൊക്കെ കാണിച്ചു കൂട്ടുമെന്ന് അറിയത്തില്ല. അവളെ രണ്ടും കൽപ്പിച്ച എന്തെങ്കിലും ഒരു അവസാനം എവിടെയെങ്കിലും ചെന്നൊന്ന് എത്തി നിൽക്കും എന്നുള്ള കാര്യത്തിൽ ആദർശന് സംശയമൊന്നും ഇല്ലായിരുന്നു. പിന്നീട് കാണിക്കുന്ന
ഫുഡ് കഴിക്കുന്നിടത്ത് നേരെ ഗൗരി മുറിയിലേക്കാ ചെന്നേ. ഗൗരിയുടെ ഉള്ളിൽ വല്ലാത്തൊരു സങ്കടമായിരുന്നു. എന്നാലും താൻ ഉണ്ടാക്കി കൊടുത്ത കറികളൊന്നും കൂട്ടാതെ അവളുടെ ബിരിയാണി കഴിക്കുകയോ ചെയ്തേ. ശങ്കർ കാണിച്ചു കൊടുക്കുന്നുണ്ട് താൻ എത്രമാത്രം കഷ്ടപ്പെട്ട് ശങ്കറിന് ഇഷ്ടപ്പെട്ട തേങ്ങാക്കറിയൊക്കെ ഉണ്ടാക്കിയതാ, തേങ്ങ വറുത്തരച്ച. പക്ഷെ ആ ശങ്കർ ഒന്ന് കൂട്ടി നോക്കുക പോലും ചെയ്തില്ല. ആ ഒരു സങ്കടത്തിൽ ഗൗരി മുറി വന്നിരിക്കുക, ഫുഡ് പോലും കഴിച്ചില്ല. ശങ്കറിന് മനസ്സിലായി ഗൗരി പിണങ്ങിയേ പോയെന്നുള്ളത്. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? അവളുടെ പിണക്കം എങ്ങനെ മാറ്റിയേ പറ്റുള്ളൂ. ശങ്കർ എന്ത് ചെയ്യണം? ഒരു പാത്രത്തിൽ കുറച്ച് ചോറൊക്കെ എടുക്കുകയാണ്. ചോറും പിന്നെ കറികളൊക്കെ എടുത്തോണ്ട് നേരെ മുറിയിലേക്ക് കയറി ചെല്ലുക. അപ്പോൾ ഗൗരി അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഗൗരി ശങ്കറിനെ കണ്ട് മൈൻഡ് ചെയ്തിരുന്നു. എന്താ ഗൗരി നീ ഫുഡ് കഴിക്കാതെ വന്നേന്ന് ചോദിക്കണം. എനിക്ക് വേണ്ടായിരുന്നു, അതുകൊണ്ടാണ്. എനിക്കറിയായിരുന്നു നീ എന്നോട് പിണങ്ങി പോന്നാന്ന്, അതുകൊണ്ടല്ലേ ഞാൻ ഫുഡ് എടുത്തോണ്ട് വന്നേന്ന് ചോദിക്കണം. വേണ്ട, എനിക്ക് വേണ്ട, കഴിക്കാൻ വേണ്ടെന്ന് പറഞ്ഞില്ലേന്ന് ചോദിക്കണം. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, പട്ടിണി കിടക്കാൻ ഞാൻ സമ്മതിക്കില്ല. മര്യാദയ്ക്ക് ഫുഡ് കഴിക്കാൻ പറയണം. വേണ്ടെന്ന് പറഞ്ഞാൽ വേണ്ട. അതെ, ബിരിയാണി കഴിച്ച് ശങ്കറിന്റെ വയറ് നിറഞ്ഞില്ലേ, അത് മതി. എനിക്കും അത് കണ്ടപ്പോൾ തന്നെ എൻ്റെ വയറ് നിറഞ്ഞെന്ന് പറയാണ്. ഇനിയിപ്പോൾ ഗംഗ ഉണ്ടാക്കി തന്നോളൂല്ലോ, ഇനിയിപ്പോൾ ഞാൻ ശങ്കറിന് വേണ്ടി ഒന്നും ഉണ്ടാക്കണ്ടല്ലോ എന്ന് പറയണം. അതെന്താ ഗൗരി അങ്ങനെ പറയണേ? അവൾ എന്നെ ഇഷ്ടത്തോടു കൂടി അവൾ എനിക്ക് ഉണ്ടാക്കി തന്നെയുമ്പം അതെങ്ങനെ ഞാൻ വേണ്ടാന്ന് പറയണേ? ഓഹോ, അപ്പം ഞാൻ ഇഷ്ടമില്ലാതെ എനിക്ക് ഉണ്ടാക്കി തരുന്നല്ലേ എന്ന് ചോദിക്കണം. അങ്ങനെയല്ല, നീ എൻ്റെ ഭാര്യയല്ലേ, നീ എനിക്കെന്നും ഉണ്ടാക്കി തരുന്നതല്ലേ, അവൾ വല്ലപ്പോഴല്ലേ വരുന്നുള്ളൂ, അതുകൊണ്ടല്ലേ. ഓ, അപ്പം വല്ലപ്പോഴും വരുന്നതുകൊണ്ട് അവൾ ഉണ്ടാക്കി തരുന്നതെല്ലാം കഴിക്കാം. ഭാര്യയായ ഞാൻ ഉണ്ടാക്കി തരുന്നതിന് ഒരു വിലയല്ലേ അല്ലേന്ന് ചോദിക്കണം. ഞാൻ എൻ്റെ കൈ വരെ പൊള്ളിയിട്ട് എത്രമാത്രം വേദനിച്ചെന്നറിയോ ശങ്കറിന് വേണ്ടി ഇത് ഉണ്ടാക്കിയെന്ന് ചോദിക്കുകയാണ്. പെട്ടെന്നാണ് ശങ്കർ കൈ ശ്രദ്ധിക്കുന്നത്. ശങ്കർ സോറി കേട്ടോ, എനിക്ക് അറിയത്തില്ലായിരുന്നു പറയാം. ഇത് കഴിക്കും, ഞാൻ വാരിത്തരാന്ന് പറയാം. വേണ്ട എന്ന് പറഞ്ഞ് ഗൗരി മസിൽ പിടിച്ചിരിക്കുമ്പോൾ ഇങ്ങോട്ട് വാന്നും പറഞ്ഞിട്ട് ഗൗരി ഇങ്ങനെ തിരിച്ചിരുത്തിയിട്ട് വാ തുറക്കാൻ പറഞ്ഞ് വായിലേക്ക് വാരി കൊടുക്കുകയാണ്. ഇത് കണ്ടുകൊണ്ടാണ് അങ്ങോട്ട് ഗംഗ വരുന്നത്. ഗൗരി കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഗംഗയ്ക്ക് അങ്ങോട്ട് സഹിച്ചില്ല. ഗംഗ വന്നിട്ട് പറഞ്ഞു, ആഹാ കൊള്ളാലോ. ശങ്കർ വന്ന് വാരി കൊടുക്കുകയാണ്. ഞാനാണെങ്കിൽ എത്ര കാലമാണെന്നറിയാം ശങ്കറിന്റെ കയ്യിൽ നിന്ന് ഒരു ഉരുള ചോറ് വാങ്ങി തിന്നിട്ട്. ചെറുതിലെ ശങ്കർ എനിക്കിങ്ങനെ വാരി തരുമായിരുന്നു, ഓർമ്മയുണ്ടോടാന്ന് ചോദിക്കണം. ഇത് കേട്ടോ ശങ്കറുടെ മുഖം അങ്ങോട്ട് മാറി. ഗൗരിയുടെ മുഖമാണെങ്കിലാണ് കടന്നകൾ കുത്തിയ പോലെ പോയി. ശങ്കർ ഗൗരിനെ ഒന്ന് നോക്കി. ശങ്കറിന് മനസ്സിലായി ഗൗരിക്ക് സങ്കടമായിട്ടുള്ള കാര്യം. എടാ എനിക്കൂടെ ഇച്ചിരി വാരി തരാൻ പറയണം. ഇത് കേട്ടപ്പോൾ ശങ്കർ പറഞ്ഞു, ഗൗരി ഫുഡൊന്നും കഴിച്ചിട്ടില്ല, അതുകൊണ്ട് ഞാൻ ഗൗരിക്ക് ഇച്ചിരി വാരി കൊടുത്താന്ന് പറയും. അതിനിപ്പോൾ എന്താ, എനിക്കൂടെ വാരി തന്ന എന്താ കുഴപ്പമിരിക്കണേ? നീ എനിക്ക് മുമ്പ് വാരി തന്നിട്ടുള്ളതല്ലേന്ന് പറയണം. ഇത് കേട്ട് ശങ്കർ എന്ത് ചെയ്യാണ്? പാത്രത്തിൽ അവശേഷിച്ച കുറച്ച് ചോറുണ്ടായിരുന്നു, അതിങ്ങനെ ഉരുളയായിട്ട് ഇങ്ങോട്ട് എടുക്കാൻ തുടങ്ങുവാണ്. ഗൗരിക്ക് മനസ്സിലായി വാരി കൊടുക്കാനുള്ള ഇതിലാണ്. ഗൗരി എന്ത് ഒറ്റ തട്ട് കൊടുത്ത ആ പാത്രത്തിനിട്ട്. ഒട്ടും പ്രതീക്ഷിച്ചിരുന്ന കാര്യമില്ലായിരുന്നത്. കാരണം അവൾക്ക് അങ്ങനെ വാരി കൊടുക്കണമെന്നുള്ള ഒരു തീരുമാനത്തിൽ പെട്ടെന്ന് ഗൗരി അത് ചെയ്തതാണ്. ഗംഗയ്ക്കും മനസ്സിലായത് ഗൗരി മനഃപൂർവ്വം ഒരു പണി കൊടുത്താന്നുള്ള കാര്യം. ഗൗരിക്കെന്നല്ല ആർക്കും സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല അത്. ശങ്കറിന് എന്തേലും പറയാൻ പറ്റുമോ? ഒന്നും മിണ്ടാൻ പോലും പറ്റാത്തൊരവസ്ഥയായിപ്പോയി. അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇനിയിപ്പം ഗൗരിയും ഗംഗയും തമ്മിൽ നേർക്കുനേർ പോരാട്ടമായിരിക്കും. അതോടൊപ്പം തന്നെ വേണിയും രഞ്ജുവും തമ്മിലുള്ള ഇതിനകത്ത് ആര് ജയിക്കും, ആര് ഭാര്യമാർ ജയിക്കുമോ അതോ കാമുകിമാർ ജയിക്കുമോ എന്നൊക്കെ നമുക്ക് കണ്ടറിയാം. ഒരു കാരണവശാലും ഈ പറയുന്ന ഗൗരി ശങ്കറിനെ വിട്ടുകൊടുക്കുമല്ല, അതുപോലെ തന്നെയാണ് വേണി ആദർശിനെ വിട്ടുകൊടുക്കാനും പോകുന്നില്ല. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ഫൈറ്റുകളാണ് നമ്മളിനി കാണാൻ പോകുന്നത്. അപ്പോൾ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ആദ്യമായിട്ട് കാണുന്നവരുടെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷയുണ്ട്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.